സോഷ്യൽ മീഡിയയിൽ വരുന്ന വേറൊരു തരം തട്ടിപ്പിനെക്കുറിച്ച് പറയാം. ഒരു പെൺകുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സായിപ്പിൻ്റെ ചിത്രവുമായി നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരാറുണ്ടോ? ഒട്ടുമിക്കവർക്കും വരാറുണ്ട്. അത് പുരുഷന്മാർക്കും വരും. എന്നാൽ കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകളുടെ പ്രൊഫൈലുകൾക്കാണ്. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് എന്നെഴുതിയ, ഡൈവോഴ്സ്ഡ് എന്നെഴുതിയ സ്ത്രീകളുടെ പ്രൊഫൈലുകൾക്ക്, അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളുടെ പ്രൊഫൈലുകളിലേക്ക്. ഇത്തരത്തിൽ മാട്രിമോണിയൽ ആപ്പുകളിൽ ഉള്ള സ്ത്രീകളുടെ, അതായത് വിധവകളോ അല്ലെങ്കിൽ അല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന മലയാളി സ്ത്രീകളുടെ പ്രൊഫൈലുകളിലേക്കോ ഒക്കെ സായിപ്പിൻ്റെ അന്വേഷണം വരും, അപേക്ഷ വരും. ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വരും. എന്നിട്ടോ ഈ സായിപ്പ് പരിചയപ്പെടും. സായിപ്പ് പറയും, ഭാര്യ മരിച്ചിട്ട് 3-4 വർഷമായി ഈ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുകയാണ് എന്ന് പറയും. അതല്ലെങ്കിൽ ഭാര്യ എന്നെയും കുട്ടിയെയും ഇട്ടിട്ട് മറ്റൊരാളുടെ കൂടെ പോയി. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. എപ്പോൾ വേണമെങ്കിലും ഭാര്യയും ഭർത്താവുമൊക്കെ വേർപിരിയാം. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ, അവിടെ വലിയ നല്ല സംസ്കാരമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി. അങ്ങനെ പറയുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീക്ക് വളരെ വലിയ താല്പര്യമൊക്കെ ഉണ്ടാവും. എനിക്കറിയാവുന്ന ഒരു കേസിൽ ഒരു സ്ത്രീ, അത് ഞങ്ങളുടെ ബോധിവൃക്ഷയിൽ ലക്ഷ്മി മേനോൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് പറയാനുള്ള കഥ, ഇങ്ങനെ ഒരു സായിപ്പിൻ്റെ അപേക്ഷ വരുന്നു, ആ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കുന്നു, പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, പിന്നെ കോളിംഗ് ആയി, വീഡിയോ കോൾ ചെയ്യുന്നു. ഈ പെൺകുഞ്ഞിനെ അടുത്തിരുത്തി അവളും സംസാരിക്കുന്നു. ചിലപ്പോൾ അവർ എവിടെയെങ്കിലും മാളിൽ പോയിട്ട് അവിടെ നിന്ന് വീഡിയോ ഇടുന്നു. പെൺകുഞ്ഞിൻ്റെ ബർത്ത്ഡേ കട്ട് ചെയ്ത, കേക്ക് കട്ട് ചെയ്ത ചിത്രങ്ങൾ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ വലിയ താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ അവരുടെ ചേട്ടനും ഭാര്യയും നിർബന്ധിക്കുകയാണ്, നിനക്ക് എന്തായാലും ഒരു വിവാഹം വേണമല്ലോ, നിന്നെ അങ്ങനെ വിദേശത്തേക്ക് US കൊണ്ടുപോകുമല്ലോ സായിപ്പ്, അയാളൊരു ഡോക്ടറാണ്. ഇവരെല്ലാം ഡോക്ടർമാരായിരിക്കും കേട്ടോ, ഇങ്ങനെ ഈ പ്രൊഫൈലിലുള്ളവർ. വിവാഹം ഇന്ത്യയിൽ വെച്ച് ഇന്ത്യൻ രീതിയിൽ നടത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയെ അങ്ങോട്ട് മതിമയക്കി. ചേട്ടനും ചേട്ടത്തി അമ്മയും ആവട്ടെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ അവസരം കളയണ്ട, നിങ്ങൾ അവിടെ എത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ മകനെ അവിടെ പഠിക്കാൻ അയക്കാൻ, അവനും ഒരു ഭാവിയാകും. ഇത്തരത്തിലാണ് ചേട്ടത്തി അമ്മ ചിന്തിക്കുന്നത്. എന്തായാലും അങ്ങനെ ഈ സ്നേഹബന്ധം മുന്നോട്ട് പോകുന്നു. അവർ പലതവണ പിണങ്ങുന്നു. അയാൾ കരഞ്ഞുകൊണ്ട് പിന്നെ വീണ്ടും വരുന്നു, ബ്ലോക്ക് ചെയ്തു പോകുന്നു, എന്നിട്ട് വീണ്ടും വരുന്നു. അപ്പോൾ അയാൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവളാകെ ദുഃഖിതയായി 2 ദിവസം ഇരിക്കുന്നു. അപ്പോൾ അയാൾ വീണ്ടും വരുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, മാഗ്നറ്റും അയണും പോലെ നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെയും കൂടും. അപ്പോൾ ഇവൾ ഒന്നുകൂടി അറ്റാച്ച്ഡ് ആവും അയാളോട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയാൾ പെട്ടെന്ന് പറയുന്നു, നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം, ഇങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമില്ല, നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്താം എന്ന് സായിപ്പ് പറയുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ അങ്ങോട്ട് വരും, ഞാനും എൻ്റെ മകളും കൂടി വരും. അങ്ങനെ ഡേറ്റൊക്കെ തീരുമാനിക്കുന്നു. പെട്ടെന്ന് അയാൾ പറയുന്നു, അന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സർജറി ഇവിടെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ വിവാഹമോതിരം, അത് വൈരക്കല്ലോ രത്നക്കല്ലോ ഒക്കെ ആയിരിക്കാം പറഞ്ഞു വരുമ്പോൾ, എന്തായാലും അയാൾ പറയുന്നു, വിവാഹമോതിരമൊക്കെ ഞാൻ വാങ്ങി വെച്ചതാണ്, അത് എന്തായാലും നിനക്ക് അങ്ങോട്ട് അയക്കുകയാണ്, നമുക്ക് ഓൺലൈനിൽ വിവാഹമോതിരം മാറാം, നിൻ്റെ പേര് അടിച്ച ഒരു വിവാഹമോതിരം ഞാൻ ഇവിടെയും റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ മോതിരത്തിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. അതിനുശേഷം മോതിരം ഇതാ അങ്ങോട്ട് അയക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവളുടെ വിലാസമൊക്കെ വാങ്ങി അയക്കും. അപ്പോഴാണ് ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു മോതിരമാണെന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡൽഹിയിലോ മറ്റോ ഉള്ള ഒരു ഏജൻസിയുടെ കോൾ വരികയാണ്. അല്ലെങ്കിൽ ഇത് ഡെലിവറി ചെയ്യണമെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറയുകയാണ്. ഇവളോട് 35,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇവളുടെ കയ്യിൽ പൈസയില്ല, ഇവളന്ന് കൊടുക്കാൻ തയ്യാറായില്ല.
പക്ഷെ ചേട്ടത്തി പറയുന്നു അത് കൊടുക്കണം, എങ്ങനെയെങ്കിലും വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടത്തിയുടെ ഒരു വള പണയം വെച്ച് പൈസ കൊടുക്കുന്നു. അങ്ങനെ ആ പൈസ ഇവൾ അടയ്ക്കുന്നു. ഒരു മോതിരവും വരുന്നില്ല, ഒരു കുന്തവും വരുന്നില്ല. സായിപ്പ് ബ്ലോക്ക് ചെയ്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ പലതരത്തിൽ, ഇത് 35,000 പോയുള്ളൂ, അതിനേക്കാൾ വലിയ എമൗണ്ടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. എന്തെല്ലാം തരം തട്ടിപ്പുകളാണ് പുറത്തുനിന്ന് എല്ലാം വരുന്നത് മലയാളികളുടെ നേരെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പാവ സ്ത്രീകൾ, ഒറ്റയ്ക്ക് കഴിയുന്നവർ, നിങ്ങളിങ്ങനെ മതിമറന്ന് വ്യാമോഹങ്ങളിൽ ചെന്ന് പെടരുത്. വിദേശത്ത് പോകാം, സായിപ്പിനെ പരിചയപ്പെട്ടു, ഫ്രണ്ട്ഷിപ്പായി, അയാൾ ഇമോഷണലി വളരെയധികം നിങ്ങളോട് അടുക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ കാശും തട്ടി അയാൾ ബ്ലോക്ക് ചെയ്തു പോകും. നിരന്തരം ഒരുപാട് സ്ത്രീകളുടെ നേരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സായിപ്പന്മാരുണ്ട്. സായിപ്പ് തന്നെയാണോ എന്ന് ആർക്കറിയാം, പക്ഷേ സായിപ്പാണ്. കാരണം ഒരു വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഒരുപാട് പേർക്ക് ചെയ്യുകയാണ് ഒരേ സമയത്ത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നല്ലൊരു തുക മാസം സായിപ്പിന് ഒരു പോക്കറ്റ് മണി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വരുമാനം ഇങ്ങനെയും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് കരുതിയിരിക്കുക, ഇത്തരം അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക.